السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിനെ ആസ്പദമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ കിതാബിന്റെ വിശദീകരണത്തിന്റെ ദർസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ പാഠങ്ങളായിട്ടാണ് ശേഷം എഴുതിയിട്ടുള്ളത്. അതിൽ 3 ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഫാത്തിഹയും അതിന്റെ തഫ്സീറുകളും, അതുപോലെ ഇസ്ലാമിന്റെ അർക്കാനുകളും ഈമാനിന്റെ ഉസൂലുകളും 6 കാര്യങ്ങളും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഈ അടുത്ത ദർസ് റാബിഅ, 4ാമത്തെ പാഠം, ശൈഖ് അതിൽ പറയുന്നത് അഖ്സാമു തൗഹീദ് വ അഖ്സാമു ശിർക്ക്. തൗഹീദിന്റെ ഇനങ്ങളും ശിർക്കിന്റെ ഇനങ്ങളുമാണ്. നമുക്കറിയാവുന്നതുപോലെ നന്മയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ നന്മയാണ് തൗഹീദ് എന്നുള്ളത്. തൗഹീദില്ലാതെ വേറൊരു നന്മയും നന്മയാകില്ല. അതായത് ഒരു മുശ്രിക് അല്ലെങ്കിൽ ഒരു കാഫിർ, തൗഹീദ് ഇല്ലാത്തവൻ, അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്, ബാക്കിയുള്ള ആളുകൾക്ക് ദാനധർമ്മങ്ങൾ നൽകുന്നവനാണ്, സ്വന്തം മാതാവിനെ നല്ലവണ്ണം പരിചരിക്കുന്നവനാണ്, അല്ലെങ്കിൽ എല്ലാ നന്മകളും അവനിലുണ്ടെങ്കിലും തൗഹീദ് ഇല്ല എങ്കിൽ അവന്റെ ആ നന്മകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെ ശിർക്ക്, അത് തിന്മകളുടെ അടിസ്ഥാനമാണ്. ഒരാൾ മദ്യപിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്, കൊലപാതകയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെല്ലാം പുറത്തു കിട്ടിയേക്കാം. പക്ഷെ ശിർക്ക് സംഭവിച്ചാൽ അതൊരിക്കലും പുറത്തു കിട്ടൂല. അപ്പൊ നന്മയിൽ വെച്ച് ഏറ്റവും വലിയ നന്മ തൗഹീദും, തിന്മകളിൽ വെച്ച് ഏറ്റവും അപകടകരമായ തിന്മ ശിർക്കുമാണ്. ആ 2 കാര്യങ്ങളെ കുറിച്ച്, അഥവാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യം എന്താണ്? അത് തൗഹീദാണ്. നരകത്തിൽ ശാശ്വതമാകാനുള്ള കാരണം എന്താണ്? ശിർക്കാണ്. അപ്പൊ സ്വർഗപ്രവേശനത്തിന്റെയും നരകത്തിൽ നിന്നുള്ള രക്ഷയുടെയും അടിസ്ഥാനങ്ങളായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങളാണ് തൗഹീദും ശിർക്ക്. അതിനെ പറ്റിയാണ് ശൈഖ് ഈ ദർസിൽ പറയുന്നത്. അപ്പൊ ഈ പാഠത്തിൽ പറയുന്നത്, ഇതിലെ ശൈഖ് പറഞ്ഞിട്ടുള്ള മത്ന്, ശൈഖിന്റെ വാചകങ്ങൾ നമ്മൾ ആദ്യം വായിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വിശദീകരിക്കാം. അദ്ദർസു റാബിഅ അഖ്സാമു തൗഹീദ് വ അഖ്സാമു ശിർക്ക്. 4ാമത്തെ പാഠത്തിൽ തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇനങ്ങളാണ് പറയുന്നത്. ബയാനു അഖ്സാമുൽ തൗഹീദ്, തൗഹീദിന്റെ ഇനങ്ങളെ വിശദീകരിക്കുന്നു. വഹിയ തലാസത്തുൻ, അത് 3 എണ്ണമാണ്. തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിലുള്ള തൗഹീദ്, വതൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലുള്ള തൗഹീദ്, വതൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള തൗഹീദ്. അമ്മാ തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ ഫഹുവ അൽ ഈമാനു ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു അൽ ഖാലിഖി ലികുല്ലി ഷൈഇൻ والمتصرف في كل شيء لا شريك له في ذلك. ഈമാൻ റുബൂബിയ്യ അഥവാ തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഫഹുവ, അതാകുന്നത് അൽ ഈമാൻ ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു അൽ ഖാലിഖി ലികുല്ലി ഷൈ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണെന്നുള്ള ഈമാനാണ്. അതുപോലെ തന്നെ വൽ മുതസർരിഫി ഫീ കുല്ലി ഷൈഇൻ,
എല്ലാ കാര്യത്തിന്റെയും നിയന്ത്രണം, അതിന്റെ എന്തെല്ലാം മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ അതെല്ലാം തീരുമാനിക്കുന്നത് അത് അല്ലാഹുവാണെന്നുള്ള ഈമാനാണ്. ലാ ശരീക ലഹു ഫീ ദാലിക്, അതിൽ അല്ലാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല. വഅമ്മാ തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയത്തിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഓരോന്നും വിശദീകരിച്ച് പറയും. ഇത് മറ്റൊരു മാത്രമാണ് ആദ്യം വായിക്കുന്നത്. ഉലൂഹിയത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ അള്ളാഹുവിന് മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഫഹുവ, അതാവുന്നത് അൽ ഈമാൻ ബി അന്നല്ലാഹു സുബ്ഹാനഹു ഹുവ അൽ മഅബൂദ് ബിഹഖ്ഖിൻ ലാ ശരീക ലഹു ഫീ ദാലിക്. അതെന്ത് വിശ്വസിക്കലാണ്? അള്ളാഹുവാണ് മഅബൂദ്, ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ, ബിഹഖ്ഖിൻ യഥാർത്ഥ രൂപത്തിൽ, ലാ ശരീക ലഹു അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല ഫീ ദാലിക് ആ കാര്യത്തിൽ, അഥവാ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ. വഹുവ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും. ഫഇന്ന മഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായിട്ട് ആരുമില്ല അള്ളാഹു ഒഴികെ. ഫജമീഉൽ ഇബാദാതി മിൻ സ്വലാത്തിൻ വസൗമിൻ, എല്ലാ ഇബാദത്തുകളും, നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ, വഗൈറു ദാലിക അതല്ലാത്തതാവട്ടെ, യജിബു ഇഖ്ലാസുഹാ ലില്ലാഹി വഹ്ദഹു, അത് ചെയ്യുന്നതെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വലാ യജൂസു സർഫു ശൈഇൻ മിൻഹാ ലിഗൈരിഹി, അതിലേതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും ചെയ്യാൻ പാടില്ല. വഅമ്മാ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ മൂന്നാമത്തെ തൗഹീദിന്റെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ ഫഹുവ, അതാകുന്നു അൽ ഈമാനു ബികുല്ലി മാ വറദ ഫിൽ ഖുർആനിൽ കരീം ഔൽ അഹാദീസിസ് സഹീഹ മിൻ അസ്മാഇല്ലാഹി വസ്സിഫാതിഹി. അസ്മാ വസ്സിഫാത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാത്തിനെയും വിശ്വസിക്കലാണ്. വഇസ്ബാതിഹാ ലില്ലാഹി വഹ്ദഹു, അത് അല്ലാഹുവിന് മാത്രമായി സ്ഥിരപ്പെടുത്തലാണ്. അലൽ വജ്ഹിൽ ലായിഖി ബിഹി സുബ്ഹാനഹു, അല്ലാഹുവിന് യോജിച്ച രീതിയിൽ, അല്ലാഹുവിന് യോജിച്ച രീതിയിൽ, മിൻ ഗൈരി തഹ്രീഫിൻ, തഹ്രീഫില്ലാതെ, മാറ്റത്തിരുത്തലുകൾ വരുത്താതെ, വലാ തഅതീൽ, നിഷേധിക്കാതെ, വലാ തകീഫിൻ, എങ്ങനെയെന്ന് ചോദിക്കാതെ, വലാ തംസീൽ, താരതമ്യം ചെയ്യാതെ, അമലൻ ബിഖൗലിഹി തആല, അത് ഏതുപോലെ ആയിരിക്കണം? അല്ലാഹു പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ തന്നെ വഖൗലുഹു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പോലെ മറ്റൊന്നുമില്ല, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഷെയ്ഖിന് ഈ സൂറത്തും ഈ ആയത്തും കൊടുക്കാനുള്ള കാരണം വിശദീകരിക്കുമ്പോൾ നാം പറയുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് അസ്മാഉ സിഫാത്തുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് വഖദ് ജഅലഹാ ബഅദു അഹ്ലിൽ ഇൽമി നൗഅൈൻ, എന്നാൽ ചില പണ്ഡിതന്മാർ ഈ തൗഹീദിനെ രണ്ടിനമാക്കി പറഞ്ഞിട്ടുണ്ട്. തൗഹീദിനെ മൂന്നിനമാക്കി നമ്മൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ രണ്ടിനമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വഅദ്ഖല തൗഹീദൽ അസ്മാഇ വസ്സിഫാതി ഫി തൗഹീദ് റുബൂബിയ്യ, അവരെന്ത് ചെയ്തു? അസ്മാഉ സിഫാത്തിലുള്ള തൗഹീദിനെ റുബൂബിയ്യത്തുള്ള തൗഹീദിലേക്ക് കൂട്ടിയോജിപ്പിച്ചു, അത് രണ്ടും ഒന്നായി പറഞ്ഞു. വലാ മുശാഹത ഫീ ദാലിക, അതിലൊരു തെറ്റുമില്ല, അതിലൊരു പ്രശ്നവുമില്ല. ലിഅന്ന അൽ മഖ്സൂദ വാദിഹുൻ ഫീ കിലാ തഖ്സീമൈൻ, ഈ രണ്ടെണ്ണത്തിലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതാണ് ഈ പാഠത്തിൽ ഷെയ്ഖ് പറയുന്ന വിഷയങ്ങൾ. ഈ പാഠത്തിൽ ഷെയ്ഖ് പറയുന്ന വിഷയങ്ങൾ ഈ കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇനങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിനാദ്യം പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, തൗഹീദിന്റെ ഇനങ്ങൾ. ഷെയ്ഖ് പറഞ്ഞതുപോലെ തൗഹീദിനെ മൂന്നായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് റുബൂബിയ്യത്തായിട്ടും, റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ കൈകാര്യ കർത്തൃത്വത്തിൽ, കാര്യങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാഹുവിനെ മാത്രമാണ് അധികാരമുള്ളത് എന്ന് വിശ്വസിക്കലാണ്. രണ്ടാമത്തേത് ഉലൂഹിയ്യത്തിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ് എന്നതാണ്. മൂന്നാമത്തേത് അസ്മാഉ സിഫാത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കേണ്ടതാണ്. ഇതാണ് മൂന്ന് ഇനങ്ങളായിട്ട് പറയുന്നത്.
ഇനി ഈ 3 ഇനങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അഥവാ ഇതിൽ ഒന്ന് പറയുമ്പോൾ തന്നെ മറ്റ് 2 കാര്യങ്ങളും അതിനാവശ്യമാണ്, അതിലുണ്ടായിരിക്കേണ്ട കാര്യമാണ്. കാരണം ഒരാൾ റുബൂബിയത്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്ത് അംഗീകരിക്കണം? ഉലൂഹിയത്ത് അംഗീകരിക്കണം. അള്ളാഹുവാണ് റബ്ബ്, എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കൈകളിലാണ്. എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് ഭക്ഷണം നൽകുന്നവനും എന്നെ നിയന്ത്രിക്കുന്നവനും എന്നെ മരിപ്പിക്കുന്നവനും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അള്ളാഹുവാണ് എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്തും അംഗീകരിക്കണം? ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അല്ലാതെ ഇലാഹിനെയും ആരാധിക്കാൻ പറ്റില്ല. ആ അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് തന്നെ വകവെച്ചു കൊടുക്കണം. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കരുത്. അതുകൊണ്ട് ഈ 3 എണ്ണവും ഒരേ കാര്യത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അഥവാ തൗഹീദ് എന്നതിൽ ഈ 3 എണ്ണം പരസ്പരം ബന്ധിതമായി കിടക്കുന്ന 3 കാര്യങ്ങളാണ്. ഇനി ശൈഖ് പറഞ്ഞ മറ്റൊരു കാര്യം, തൗഹീദിനെ 2ആയി പറഞ്ഞ ചില പണ്ഡിതന്മാരാണ്. അഥവാ 3 ഇനങ്ങളായി പറയാതെ 2ആയി പറഞ്ഞ പണ്ഡിതന്മാർ. 2ആയി പറഞ്ഞ പണ്ഡിതന്മാർ എന്താണ് ചെയ്തത്? റുബൂബിയത്തിനെയും അസ്മാഉ സിഫാത്തിനെയും ഒന്നിൽ ഉൾക്കൊള്ളിച്ചു എന്നതാണ്. റുബൂബിയത്ത് അസ്മാഉ സിഫാത്ത് എന്നതിനെ ഒന്നായി കൂട്ടി. എന്നിട്ട് അവർ അതിനെ പറഞ്ഞു തൗഹീദുൽ ഇൽമി, തൗഹീദുൽ ഇൽമി അല്ലെങ്കിൽ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. അറിഞ്ഞിരിക്കേണ്ട തൗഹീദ്, പഠിക്കേണ്ട തൗഹീദ്, അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട തൗഹീദ് എന്ന് പറഞ്ഞു. അതിലെന്താണ് റുബൂബിയത്തും അസ്മാഉ സിഫാത്തും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരാൾ റുബൂബിയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളാണ്. ഒരാൾ റുബൂബിയത്ത്, എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, അപ്പൊ അവൻ എന്ത് വിശ്വസിക്കണം? ഖാലിഖ് അള്ളാഹുവാണെന്ന് വിശ്വസിക്കണം. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഇസ്മാണ്. അതിനകത്തുള്ള വിശേഷണം എന്താണ്? ഖൽഖാണ്, സൃഷ്ടിപ്പാണ്. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അപ്പൊ റുബൂബിയത്തും അസ്മാഉ സിഫാത്തും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ ഒന്നായി കൂട്ടിയിട്ട് അതിനെന്ത് പറഞ്ഞത്? തൗഹീദുൽ ഇൽമി എന്ന് പേര് പറയാനുള്ള കാരണം. അതിനുള്ള ദലീലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിലെ 12ാമത്തെ ആയത്ത് പറഞ്ഞത് പണ്ഡിതന്മാർ, ഈ പറഞ്ഞ പണ്ഡിതന്മാർ അതിനുള്ള ദലീലായിട്ട് ഉദ്ധരിച്ചു. എന്താണ് ആയത്തിൽ പറയുന്നത്? നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള, നമുക്കെല്ലാവർക്കും ഹിഫ്വായിരിക്കേണ്ട, മനഃപ്പാഠം പഠിക്കേണ്ട ഒരു ആയത്താണത്. ത്വലാഖിലെ 12ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, അതുപോലെ 7 ഭൂമിയെ സൃഷ്ടിച്ചവൻ. അതിനകത്ത് അതിനിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. അത് ഭൗതികപരമായിട്ടുള്ള കൗനിയായിട്ടുള്ള എന്തെങ്കിലും കൽപ്പനകളാണോ? അതും അള്ളാഹു ഇറക്കിയതാണ്. ദീനിന്റെ നിയമങ്ങളാണോ? അതും അള്ളാഹു ഇറക്കിയതാണ്. എന്തിനാണ് അള്ളാഹു നിയമങ്ങൾ ഇറക്കിയത്? എന്തിനാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയത്? അള്ളാഹു പറയുകയാണ്, ലിതഅലമൂ, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ലാമിന് അറബിൽ ലാമു തഅലീൽ എന്ന് പറയും. കാരണം പറയാനുള്ള ലാം എന്ന് പറയാം. അപ്പൊ ഈ സൃഷ്ടിപ്പിന്റെ കാരണം എന്താണ്? നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പഠിക്കണം. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അറിവും ഉൾക്കൊള്ളുന്നവനാണ്. അപ്പൊ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിന്റെ അറിവിനെയും കഴിവിനെയും ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ ആ പൂർണ്ണതയെ മനസ്സിലാക്കുന്നു. അപ്പോ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ റുബൂബിയത്തിനെയും അസ്മാഉ സിഫാത്തിനെയും ഒന്നാക്കി തൗഹീദുൽ ഇൽമി എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ തൗഹീദ് എന്താണ്? തൗഹീദുൽ അമലി എന്ന് പറയും, അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്ന് പറയും, അല്ലെങ്കിൽ തൗഹീദുൽ ഇറാദത്തി വത്വലബ് എന്ന് പറയും. കർമ്മം ചെയ്യേണ്ട തൗഹീദ്, ഇബാദത്തിന്റെ തൗഹീദ്, അല്ലെങ്കിൽ ഉദ്ദേശത്തിന്റെ നേട്ടത്തിന്റെ തൗഹീദ് എന്ന് പറയുന്നത്. അതിനുള്ള ദലീൽ എന്താണ്? അതിനുള്ള ദലീലായിട്ട് പണ്ഡിതന്മാർ സൂറത്തു ദാരിയാത്തിലെ 51ാമത്തെ സൂറത്തിലെ 56ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ.
എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പോ ഇത് അള്ളാഹുവിനെ ആരാധിക്കേണ്ട, അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കർമ്മത്തിന്റെ തൗഹീദാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടിനമായിട്ട് തൗഹീദിനെ വേർതിരിച്ചിട്ടുള്ളത്. തൗഹീദിനെ രണ്ടിനമായിട്ട് വേർതിരിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മൂന്നിനമാണെന്ന് പറഞ്ഞാലും രണ്ടിനമാണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈ മൂന്നിനങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ടിനങ്ങളായിട്ട് മനസ്സിലാക്കുക? ഖുർആനിൽ യഥേഷ്ടം അതിനുള്ള തെളിവുകളാണ്. ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തൗഹീദിനെ മനസ്സിലാക്കുന്നിടത്ത് ഈ മൂന്ന് കാര്യങ്ങളായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ ആദ്യത്തിലാവട്ടെ അവസാനത്തിലാവട്ടെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലെ ആദ്യ സൂറത്ത് ഏതാണ്? ആദ്യത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ ആയത്തുകൾ നോക്കൂ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൽ തൗഹീദിന്റെ ഏത് ഭാഗമാണ്? റുബൂബിയ്യത്താണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തിൽ അല്ലാഹു പറയുന്നു അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതിലെന്താണ് പറയുന്നത്? അസ്മാഉ സിഫാത്താണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ആയത്തിൽ ബസ്മല കൂട്ടിയിട്ടാണെങ്കിൽ അഞ്ചാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിലെന്താണ് പറയുന്നത്? ഉലൂഹിയ്യത്താണ്. ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തു അന്നാസ്. അതിലെന്താണ് പറയുന്നത്? ഒന്നാമത്തെ ആയത്തിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. എന്താണ്? റുബൂബിയ്യത്താണ്. അടുത്ത ആയത്തിൽ എന്താണ് പറയുന്നത്? മലിക്കിന്നാസ്. മലിക് എന്താണ്? അസ്മാഉ സിഫാത്തിൽപ്പെട്ടതാണ്. അടുത്ത ആയത്തിൽ എന്താണ് പറയുന്നത്? ഇലാഹിന്നാസ്. ജനങ്ങളുടെ ഇലാഹ് എന്താണ്? ഉലൂഹിയ്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഖുർആനിലെ ആദ്യ സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ എടുത്താലും അവസാന സൂറത്തിലെ ആദ്യത്തെ ആയത്തുകൾ എടുത്താലും തൗഹീദിന്റെ ഈ മൂന്നിനങ്ങളായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആൻ മുഴുവനും തൗഹീദാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖുർആനിൽ ഒരായത്ത് പോലുമില്ല തൗഹീദുമായി ബന്ധമില്ലാതെ. തൗഹീദുമായി ബന്ധമില്ലാതെ ഒരായത്ത് പോലുമില്ല. കാരണം ഒന്നെങ്കിൽ ആ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ തൗഹീദിനെ എതിരായിട്ട് ശിർക്കിനെതിരെ പറയുന്നതായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണതയായ കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോകുന്ന കർമ്മങ്ങളെ വിരോധിച്ചുകൊണ്ടായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ തൗഹീദ് പൂർത്തീകരിച്ചവർക്കുള്ള പ്രതിഫലം നൽകുന്നതായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർക്കുള്ള ശിക്ഷയെ അറിയിക്കുന്നതായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ തൗഹീദ് പൂർത്തീകരിച്ച മുൻഗാമികളുടെ നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ചരിത്രമായിരിക്കും ആയത്ത്, അല്ലെങ്കിൽ തൗഹീദിനെതിരായി നിലകൊണ്ട സമൂഹങ്ങളെ നശിപ്പിച്ചതിന്റെ അറിയിപ്പുകളായിരിക്കും ആയത്ത്. ഇതല്ലാതെ ഒരായത്ത് തൗഹീദുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാതെ ഒരായത്തും ഖുർആനിൽ ഇല്ല. അതുകൊണ്ട് ഈ ഖുർആനിൽ ഈ മൂന്നിനങ്ങളെ പറ്റിയിട്ടും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂന്നിനങ്ങളെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ വിശദീകരിക്കാം. ഷേഖ് പറഞ്ഞതുപോലെ അമ്മ തൗഹീദു റുബൂബിയ്യ, ഒന്നാമതായി പറഞ്ഞത് എന്താണ്? റുബൂബിയ്യത്തിലെ തൗഹീദാണ്. ഫഹുവ, അതാകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ ഈമാനു ബില്ലാഹി സുബ്ഹാനഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അൽ ഖാലിഖി ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവ് എന്ന നിലയ്ക്ക്. വൽ മുതസർരിഫി ഫീ കുല്ലി ഷൈഇൻ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ വ്യക്തികളുണ്ടോ അതിനെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ അതിന്റെ എല്ലാം നിയന്ത്രണമുള്ളവൻ. ലാ ശരീക ലഹു ഫീ ദാലിക്, അതിൽ അല്ലാഹുവിന് ഒരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനുമില്ല. അതാണ് റുബൂബിയ്യത്തിലെ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിക്കുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഈ രീതിയിലുള്ള വിശ്വാസമാണ്. എന്നാൽ ഒരിക്കലും ഇതിൽ അല്ലാഹുവിനെ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒരാൾ എന്താകുന്നില്ല? മുവഹിദാകുന്നില്ല. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചത് കൊണ്ടോ, അള്ളാഹുവാണ് എന്റെ സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചത് കൊണ്ടോ, അള്ളാഹുവാണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന് അംഗീകരിച്ചുകൊണ്ടോ ഒരാൾ എന്താകുന്നില്ല? മുവഹിദാകുന്നില്ല. അങ്ങനെ ആകണമെങ്കിൽ ആര് മുവഹിദാവും? അബൂജഹൽ മുവഹിദാവും, അബൂലഹബ് മുവഹിദാവും, ഉത്ബയും ഷൈബയും മുവഹിദാവും. അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്ത, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്ത മുശ്രിക്കീങ്ങളിലെ ഓരോരുത്തരും മുവഹിദാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? അവർ അംഗീകരിച്ചിട്ടുണ്ട്
അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്? അവർ പറയും അല്ലാഹുവാണ്. ആരാണ് അർശിന്റെ ഉടമസ്ഥൻ? അല്ലാഹുവാണ്. ആരാണ് നിനക്ക് റിസ്ക് നൽകുന്നത്? അല്ലാഹുവാണ്. കാര്യങ്ങളെ നിയന്ത്രണമാകുകയിലാണ്? അല്ലാഹുവാണ്. ഇതല്ലാതെ ഒരു വാക്ക് അവർക്ക് പറയാനില്ല. പക്ഷെ അവരെന്തായിട്ടില്ല? മുഅ്മിനായിട്ടില്ല, മുവഹ്ഹിദായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയായ യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകൾ പറയുമ്പോൾ അല്ലാഹുവിനെ സൃഷ്ടിക്കും എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്ത് ചെയ്യരുത്? അല്ലാഹുവിന് പകരക്കാരെ സ്വീകരിക്കരുത്. ഏതവസ്ഥയിൽ? വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കെ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഒരുക്കിയത് എന്ന അറിവുണ്ടായിരിക്കെ ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന് പങ്കു ചേർക്കരുത്. മുശ്രിക്കീങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള, അവർ അംഗീകരിച്ചുള്ള കാര്യമാണ് അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് എന്നത്. പക്ഷേ അവർ മുവഹ്ഹിദായിട്ടില്ല. പക്ഷെ റുബൂബിയ്യത്ത് അംഗീകരിക്കണം. റുബൂബിയ്യത്ത് തൗഹീദിന്റെ ഭാഗമാണ്. പക്ഷെ അത് മാത്രം ഒരാളെ മുഅ്മിനാക്കുകയില്ല, മുവഹ്ഹിദാക്കുകയില്ല. രണ്ടാമത് ശൈഖ് പറഞ്ഞത് വമ്മാ തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലുള്ള തൗഹീദ്, അതാണ് തൗഹീദ് എന്നതുകൊണ്ട് സലഫി ഉലമാക്കളുടെ മുവഹ്ഹിദീങ്ങളുടെ നാവിൽ തൗഹീദ് എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന തൗഹീദ് എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. കാരണം അത് പറയാനാണ് നബിമാരെ അല്ലാഹു തആല നിയോഗിച്ചത്. ഒരു നബിയെയും അല്ലാഹു എന്തിനു നിയോഗിച്ചിട്ടില്ല? അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിയന്ത്രിച്ചത് എന്ന് മാത്രം പഠിപ്പിക്കാനായിട്ട് വിട്ടിട്ടില്ല. എന്തിനാ വിട്ടത്? അല്ലാഹു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തത് അല്ലാഹുവാണ്, ആ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശൈഖ് പറഞ്ഞു, എന്താണ് ഉലൂഹിയ്യത്തുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ? അൽ ഈമാൻ ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു ഹുവൽ മഅബൂദ് ബിഹഖ്ഖിൻ ലാ ശരീക ലഹു ബിദാലിക്. യഥാർത്ഥ രൂപത്തിൽ ഇബാദത്തിന് അർഹൻ അല്ലാഹുവാണ്, അവനൊരു പങ്കുകാരുമില്ല എന്നുള്ള വിശ്വാസമാണ് ഉലൂഹിയ്യത്തിലുള്ള വിശ്വാസം. വഹുവ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന വാക്ക്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, ഏത് ഇബാദത്താവട്ടെ, അത് അല്ലാഹുവിന് മാത്രം ഇഖ്ലാസോട് കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഇബാദത്തായിട്ട് അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഖുർആനിൽ ധാരാളം ആയത്തുകൾ, ദലീലുകൾ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. നബിമാരെ നിയോഗിച്ചതിനെ പറ്റി പറയുമ്പോൾ സൂറത്തുൻ നഹ്ലിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ. ഓരോ ഉമ്മത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. അതുപോലെ സൂറത്തു ബയ്യിനയിലെ 5-ാമത്തെ ആയത്തിൽ വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ തുടങ്ങിയ ധാരാളം ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തുകളെല്ലാം ഉദ്ദേശം എന്നുള്ളത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും അത് തന്നെയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളെയും ദിക്റുകളെയും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഒരു ദിവസത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള, അല്ലെങ്കിൽ നിസ്കാരത്തിനകത്തുള്ള, അല്ലെങ്കിൽ നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്റുകളും എടുത്ത് നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമുക്ക് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് മാത്രമാണ് നിസ്കാര ശേഷം, എല്ലാ 5 വഖ്ത് നിസ്കാര ശേഷം, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഒരു ദിക്ർ. ആ ദിക്റിലെ വാചകങ്ങൾ
ലാ ഇലാഹ ഇല്ലല്ലാഹയെ 3 തവണ ആവർത്തിച്ച് പറഞ്ഞ് അതിന്റെ ഓരോ തവണയും അതിന്റെ തഫ്സീലിനെ അറിയിക്കുന്ന ഒരു ദിക്റാണ്. നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. നിസ്കാര ശേഷമുള്ള ഒരു ദിക്റാണ്. നിസ്കാര ശേഷമുള്ള ദിക്റാണ്. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമായിട്ട് 3 തവണ വന്നിട്ടുണ്ട്. ആ 3 തവണ വന്നിടത്തും അതിനുശേഷം വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്ഥിരപ്പെടുത്തി അതിന്റെ ഓരോ ഭാഗങ്ങളെ വിശദീകരിക്കുന്നതായിട്ടാണ് വന്നിട്ടുള്ളത്. ആ വിഗ്രഹം നോക്കി നോക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു കലിമത്തിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കാറുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ കലിമത്ത് എന്നാണ്. നബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു മാ ഖുൽതു അന വനബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുൻകഴിഞ്ഞ നബിമാരും അവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അതിതാണ്. ഏതാണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അവസാനിപ്പിക്കുന്നത്. ഇത് നോക്കി, ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്ഥിരപ്പെടുത്തുന്ന വാക്കുകളാണ് ശേഷം വന്നിട്ടുള്ളത്. വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 അർക്കാനുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 അർക്കാനുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അർക്കാനുകൾ? സ്തംഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലാ ഇലാഹ എന്ന നഫി, ലാ ഇലാഹ എന്ന നിരാകരണം. 2 ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഇസ്ബാത്ത്, സ്ഥിരീകരണം. നഫി, ലാ ഇലാഹ എന്ന നഫി, ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്ത്. ഇവിടെ വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ വഹ്ദഹു എന്നുള്ളത് ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം എന്നതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നതിനെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ആദ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അതിന്റെ റുക്നുകളായ നഫി, ഇസ്ബാത്ത് എന്നതുകൊണ്ട് സ്ഥിരപ്പെടുത്തി അവിടെ പഠിപ്പിച്ചു. എന്നിട്ട് ലഹുൽ മുൽക്ക്, എല്ലാവിധ അധികാരവും അല്ലാഹുവിനാണെന്ന് പറഞ്ഞു. വലഹുൽ ഹംദ്, എല്ലാവിധ സ്തുതിയും അല്ലാഹുവിനാണെന്ന് പറഞ്ഞു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? ദിക്റിൽ രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. ഒന്നാമത്തേതിൽ അർക്കാനുകളാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത്തേതിൽ പറയുന്നത് അതിന്റെ മഅനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അതിനെ വിശദീകരിച്ചതാണ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ ഞങ്ങൾ ഒരാളെയും ഇബാദത്ത് ചെയ്യൂല. അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്റിൽ രണ്ടാമത് വന്നപ്പോൾ അതിന്റെ മഅന ഒന്ന് വിശദീകരിച്ചു. എന്നിട്ട് അതിന്റെ കുറച്ച് ശ്രേഷ്ഠത പറഞ്ഞു. ലഹു നിഅമ വലഹുൽ ഫദ്ൽ വലഹു സനാഉൽ ഹസൻ, എല്ലാവിധ നിഅമത്തും എല്ലാവിധ ഫദ്ലും അവനിൽ നിന്നാണ്. ഏറ്റവും നല്ല രീതിയിൽ പുകഴ്ത്തപ്പെടേണ്ടത് അല്ലാഹുവാണ്. ഇനി മൂന്നാമതായി ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വീണ്ടും പറയാണ്, എല്ലാ ദീനും നമ്മുടെ ജീവിതത്തിന്റെ ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബാധ്യതയും അവിടെ എടുത്തു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നതാണ് ഈ ദിക്ർ. സഹോദരങ്ങളെ, എല്ലാ നിസ്കാര ശേഷവും നാം പ്രത്യേകം ഓർക്കേണ്ട, നമ്മുടെ ദിക്റുകളിൽ ഉൾപ്പെടുത്തേണ്ട ദിക്റാണ്. അറിയാത്തവർ പഠിക്കണം. നിസ്കാര ശേഷമുള്ള ദിക്റുകൾ എന്നുള്ളതിൽ പുസ്തകങ്ങളിലോ ആപ്പിലോ ഒക്കെ ആയിട്ട് ഈ ദിക്ർ കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, നമുക്കതിനെ കുറിച്ച് പഠിക്കാനും അറിയാനും നമുക്കത് ഉറപ്പിക്കാനും വേണ്ടി വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുന്ന ഒരു ദിക്റാണ്. എന്നാൽ സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുചേർക്കുന്ന ആളുകൾ,
അവർ നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിസ്കാര ശേഷം ഈ ദിക്ർ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. എന്നിട്ട് അവരതാ മുഹീദ്ദീൻ ശൈഖിനെയോ സി.എം. മടവൂരിനെയോ മമ്പുറം തങ്ങളെയോ അങ്ങനെയുള്ള ജാറങ്ങളിൽ മരിച്ചുപോയ ഔലിയാക്കൾ എന്ന് പറയുന്നവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരമോ കല്ലോ അതിന് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നതിനോ എല്ലാം മുഴുകിപ്പോകുന്ന അവസ്ഥ. എന്തൊരു അപകടമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പിന്നെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന മുസ്ലിം പേരുകൾ അറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ്. ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന, അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ ആണ്ട് നേർച്ചകൾ നടത്തുന്ന ഒരവസ്ഥ. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഏറ്റവും വലിയൊരു പ്രശ്നം പലപ്പോഴും തൗഹീദിന്റെ ദഅവത്തിന് ഇറങ്ങുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. കാരണം അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. നമ്മൾ ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ചിലപ്പോൾ ശിർക്ക് ജാറത്തിൽ പോകുന്ന ഒരാളോട് പോയിട്ട് നമ്മൾ പറയാണ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ലേ, നീ പിന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അയാൾ പറയും, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതാണ്, ഇത് ചെയ്താൽ എന്താണ് പ്രശ്നം? ലാ ഇലാഹയിലേക്ക് എന്താണ് കോട്ടം? ഇവിടെ തൗഹീദ് മനസ്സിലാക്കിയ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതും ശിർക്ക് ചെയ്യുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നിടത്തും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അഖീദയിൽ വന്ന പിഴവാണ്. നമ്മുടെ നാട്ടിൽ ശിർക്കിന്റെ വക്താക്കളായി നിൽക്കുന്ന ആളുകൾ അവരുടെ അഖീദ എന്ന് പറഞ്ഞാൽ അശ്അരി അഖീദയോ അല്ലെങ്കിൽ മാതുരിദി അഖീദയോ അല്ലെങ്കിൽ ഇൽമുൽ കലാമിൽ നിന്ന് വചനശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അഖീദയാണ്. അവരുടെ അഖീദ പ്രകാരം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അർത്ഥങ്ങളിൽ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ അല്ലെങ്കിൽ ലാ മൗജൂദ ബിഹഖ്ഖി ഇല്ലല്ലാഹ് എന്നീ അർത്ഥങ്ങളാണ് അവർ പറയുക. ഈ അർത്ഥം പറയുമ്പോ മൊത്തത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്ത, അവരുടെ മനസ്സിലുള്ള അഖീദ സൃഷ്ടിച്ചവരും നിയന്ത്രിച്ചവരും ഭക്ഷണം നൽകുന്നവരും അള്ളാഹു മാത്രമാണ്. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ജാറത്ത് പോയിട്ട് വരുന്ന ഒരാളോട് അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അയാൾ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ പറയും. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബാദത്തിന്റെ ഒരിനവും ദുആ എന്താണ്? അദ്ദുആ വൽ ഇബാദ, അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിഞ്ഞു പോകും, അത് ശിർക്കാണ്. പക്ഷെ അവൻ കേൾക്കുമ്പോൾ എന്താണ്? അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാതെ നിയന്താവില്ല, അള്ളാഹു അല്ലാതെ ഭക്ഷണം നൽകുന്നവരില്ല. അവർ ഞാൻ ഇരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഈ ജാമത്തെ കിടക്കുന്ന ഔലിയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇയാളാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല, ഇയാൾ എന്നെ മരിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒക്കെ തന്നെയാണ്. ഈ ഒരു പ്രശ്നം ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള നബിമാരുടെ ദഅവത്തിന്റെ രീതിയിൽ, അതുപോലെ തന്നെ ഉലമാക്കളുടെ കിതാബിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത് പോലുള്ള കിതാബുകൾ നമ്മുടെ നാട്ടിൽ മുസ്ലിം പേരുള്ള ആളുകൾ ശിർക്കിൽ അകപ്പെട്ടവരോട് പറയാൻ ഏറ്റവും നന്നായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ചെറിയൊരു കിതാബാണ് ഖവാഇദുൽ അർബഅ എന്ന് പറയുന്നത്. അതിൽ എവിടെയാണ് മുശ്രിക്കീങ്ങൾക്ക് പിഴച്ചത് എന്ന് 4 ഖാഇദയിൽ ചുരുക്കിക്കൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ആ കലിമത്ത് തൗഹീദാണ്, കലിമത്തുൽ ഇഖ്ലാസ് ആണ്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും തന്റെ ഇബാദത്തിന്റെ ഒരിനവും അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും വകവെച്ച് നൽകാൻ പാടില്ല. ഇനി സഹോദരങ്ങളെ, ശൈഖ് പിന്നീട് പറഞ്ഞത് എന്താണ്? എല്ലാ ഇബാദത്തുകളും ശേഖന്റെ വാക്കും കൂടി പറയുകയാണ്, എല്ലാ ഇബാദത്തുകളും നിസ്കാരമാവട്ടെ, നോമ്പാകട്ടെ, അതല്ലാത്ത എന്തുമാകട്ടെ, നിർബന്ധമാണ് അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ഒരാൾ സഹായം തേടുകയാണ്, ഒരാൾ രക്ഷ തേടുകയാണ്, ഒരാൾ ഭയപ്പെടുകയാണ്, ഒരാൾ ബലമേൽപ്പിക്കുകയാണ്, ഒരാൾ പ്രതീക്ഷ വെക്കുകയാണ്, ഒരാൾ ഇഷ്ടപ്പെടുകയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് എന്തൊരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിലും അത് ആർക്കേ മാത്രമേ പറ്റുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കാര്യത്തിൽ അസ്ബാബുകൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ശൈഖ് പറയാണ്. വലാ യജൂസു സർഫു ശൈഇൻ മിൻഹാ ലിഗൈരില്ലാഹ്,
ഇതിലേതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് വകവെച്ചു കൊടുക്കൽ അനുവദനീയമല്ല, അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക, നബിയെ താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുണ്ടായിരുന്ന നബിമാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, നബിയോടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു പറയുന്നത്, ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെടുക തന്നെ ചെയ്യും. ഇവിടെ അറബി ഭാഷയിൽ ലയഹ്ബതന്ന അമലുക, ഈ അമലുക എന്ന പദം മുളാഫ് മുളാഫ് ഇലൈഹി എന്ന് പറയും. അതിൽ മുളാഫ് എന്നുള്ളത് മുഫ്രദാണ്. മുഫ്രദായ ഒരു കാര്യം ഇവാഫത്ത് ചെയ്ത് പറഞ്ഞാൽ ഖായിദ പ്രകാരം അഹ്ലുൽ ഇൽം പണ്ഡിതന്മാർ പറയുന്നു അത് ഉമൂമിന്റെ അർത്ഥമാണ്. അമൽ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം എന്നാണ് ഭാഷയുടെ അർത്ഥം. പക്ഷെ അമലുക എന്ന് പറയുന്നതോടുകൂടി അതിന്റെ അർത്ഥം എന്തായി? നിന്റെ എല്ലാ കർമ്മങ്ങളും എന്ന അർത്ഥത്തിലേക്ക് അത് മാറും. അറബി ഭാഷയുടെ ഒരു നിയമമാണ്. അപ്പൊ ഏത് കർമ്മം, ശിർക്ക് ചെയ്ത കർമ്മല്ല, ഒരാൾ അല്ലാഹു അല്ലാത്ത ഒരു ആളോട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി സ്വത്ത് കൊടുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുന്നു, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അവന്റെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കുമോ? ഇല്ല, സ്വീകരിക്കില്ല. ഒരു കർമ്മത്തിൽ ശിർക്ക് ചെയ്താൽ അവന്റെ എല്ലാ കർമ്മവും പൊളിഞ്ഞു. ഈ ശിർക്കിന് കുറച്ചു കാലം നിലകം ബാക്കിയുള്ള തൗഹീദിന് സ്വർഗം അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ കിട്ടൂല. ശിർക്ക് വന്നാൽ അവന്റെ എല്ലാ കർമ്മവും പൊളിഞ്ഞു. എന്നാൽ ശിർക്കുൻ അസ്ഗർ ആണെങ്കിൽ, ശിർക്ക് വിശദീകരിക്കും മനസ്സിൽ പഠിക്കും, ശിർക്കുൻ അസ്ഗർ ആണെങ്കിൽ ദിയാവോ മറ്റോ ആണെങ്കിൽ ഏത് കർമ്മത്തിലാണോ വന്നത് ആ കർമ്മം മാത്രമേ പൊളിയുള്ളൂ, ബാക്കിയുള്ളത് എന്താകും? എതൊഴിവായി കിട്ടും. ശിർക്കുൻ അസ്ഗർ വന്നാൽ. പക്ഷെ ശിർക്കുൻ അക്ബർ വന്നാൽ അള്ളാഹു അല്ലാതെ ഇലാഹിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ ഇലാഹിന് അറവ് നടത്തുന്ന, അതുപോലെ ശിർക്കുൻ അക്ബർ വന്നാൽ എല്ലാ കർമ്മവും നിഷ്ഫലമായിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ സമൂഹത്തിൽ അഥവാ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദർജയിലെത്തിയിട്ടുള്ളവരാണ് റസൂലുകളും നബിമാരും. ആ നബിമാരും കൊണ്ട് പോലും റസൂലുകളോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശിർക്ക് ചെയ്താൽ കർമ്മം നിഷ്ഫലമാകും എന്നത്. എന്നിട്ട് അടുത്ത ഭാഗം, മൂന്നാമത്തെ തൗഹീദിന്റെ ഭാഗം ഷെയ്ഖ് പറഞ്ഞു, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ വസ്സിഫാത്തിലുള്ള തൗഹീദ്. അതിനെപ്പറ്റി പറയുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? فهو الإيمان بكل ما ورد في القرآن الكريم أو الأحاديث الصحيحة من أسماء الله وصفاته. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം വിശ്വസിക്കലാണ്. وإثباتها لله وحده على الوجه اللائق به. ഏതൊരു തരത്തിലാണോ അള്ളാഹു യോജിച്ചത് ആ തരത്തിൽ അവയെ വിശ്വസിക്കുക. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം. ഇതിനും ഖുർആനിൽ ധാരാളം ആയത്തുകളെ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. തൗഹീദിന്റെ അസ്മാഉ സിഫാത്തിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ അസ്മാഉ സിഫാത്തുകളെ എല്ലാം അടിസ്ഥാനം എന്ന് പണ്ഡിതന്മാർ പറയുന്ന ഒരായത്താണ് സൂറത്ത് ശൂറ 11ാമത്തെ ആയത്ത്. സൂറത്ത് ശൂറയിലെ 11ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനോട് പോലെ, അല്ലാഹുവിന്റെ പോലെ ഒന്നും തന്നെ ഇല്ല. വഹുവസ് സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അതുപോലെ സൂറത്തു മറിയമിലെ 65ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹൽ തഅലമു ലഹു സമീയ, അവനൊക്കുന്ന മറ്റൊരു പേര് നിങ്ങൾക്കറിയുമോ? അവനൊക്കുന്ന മറ്റൊരു പേര് നിങ്ങൾക്കറിയുമോ? അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞു, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. അതുപോലെ സൂറത്തുൽ നഹ്ലിലെ 74ാമത്തെ ആയത്തിൽ ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമ പറയാൻ നിൽക്കരുത്, അള്ളാഹുവിനെ പോലെ എന്നൊന്നിനെയും പറയാൻ നിൽക്കരുത്. ഇങ്ങനെ ധാരാളമായ ആയത്തുകൾ അസ്മാഉ സിഫാത്തിനെ അറിയിക്കുന്നുണ്ട്. അസ്മാഉ സിഫാത്തിന്റെ അടിസ്ഥാന നിയമം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ മുൻപ് ഇവിടെ അസ്മാഉൽ ഹുസ്ന
എടുക്കുമ്പോൾ അതിന്റെ ആദ്യ ദർസുകളിൽ നാം പറഞ്ഞിട്ടുണ്ട് അസ്മാഉ സിഫാത്ത് വിശ്വസിക്കേണ്ട ഖാഇദകൾ എന്തെല്ലാമാണ് എന്നത്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് ഇമാം അഹ്മദ് പറഞ്ഞതുപോലെയാണ്, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സുഹു. അല്ലാഹു അവനെ പറ്റി എന്താണോ പറഞ്ഞത് അതുപോലെ നമ്മൾ പറയും. വബിമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അല്ലാഹുവിനെ പറ്റി പറഞ്ഞത് അതുപോലെ നമ്മളും പറയും. ലാ നതജാവസുൽ ഖുർആൻ വൽ ഹദീസ്, എന്നാൽ ഖുർആനും ഹദീസും വിട്ടിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിക്കോ ഒന്നും അല്ലാഹുവിനെ പറ്റി നമ്മൾ എന്ത് പറയില്ല, നമ്മുടെ നാവ് കൊണ്ട് പറയില്ല. നമുക്ക് തോന്നുകയാണ് അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം ഈ വിഷയത്തിൽ പഴച്ചു പോയ അഹ്ലുസുന്നത്തിൽ പഴച്ചു പോയ ആളുകൾ അവരുടെ വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അല്ലാഹുവിനെ പറ്റി പറയുന്ന വാദങ്ങൾ എന്തെല്ലാമെന്ന് അറിയോ? തൽബീസ് ഇബ്ലീസ് എന്ന ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി കിതാബിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പഴച്ചുപോയ 72 വിഭാഗങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓരോ വിഭാഗത്തിന്റെ പേര് എഴുതിയിട്ട് എന്ത് പിഴവാണ് അവർക്ക് സംഭവിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ ചില ആളുകളുടെ വാക്കുപ്രകാരം അള്ളാഹു വജ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ട രൂപമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. കിരീടം വെച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ പോലെയാണെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിനെ വിശ്വസിക്കുന്ന ആളുകൾ. അള്ളാഹു ഒരു സിംഹാസനത്തിന് മുകളിലുള്ള പ്രകാശം പോലെ തിളങ്ങുന്ന ഒരാളാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. ഇതെല്ലാം അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് ഖുർആനിലും ഹദീസിലും ഒതുങ്ങി നിൽക്കാതെ അവർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ചില വാദങ്ങളാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അസ്മാഉൽ ഹുസ്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും വിശ്വസിക്കുന്നിടത്ത് 4 കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈമാൻ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സൂചിപ്പിച്ചിരുന്നു. തഹ്രീഫ് ഉണ്ടാകാൻ പാടില്ല, തഅദീൽ ഉണ്ടാകാൻ പാടില്ല, തകീഫ് ഉണ്ടാകാൻ പാടില്ല, തംസീൽ ഉണ്ടാകാൻ പാടില്ല. 4 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. തഹ്രീഫ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിരുത്തലുകൾ. ഒന്നെങ്കിൽ അതിലെ ലഫ്ളുകളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ലഫ്ള് അതിനെ വെച്ച് അർത്ഥം മാറ്റുക. 2 രീതിയിലാണെങ്കിലും. 2 ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന് ലഫ്ള് വാചകങ്ങളിൽ മാറ്റം വരുത്തുക. ഉദാഹരണത്തിന് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ എന്നതിന്റെ അർത്ഥം റഹ്മാൻ അല്ലാഹു അർശിന്മേൽ ഉയർന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ പിഴച്ച ആളുകൾ അവർ ഇസ്തവ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉയർന്നു, അത് ശരിയല്ല. അള്ളാഹു ഉയർന്നു എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണ എങ്ങനെ ഉയർന്നു അത് പറയാൻ പറ്റില്ല. അവിടെ അവർ പറയും ഇസ്തൗല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തൗല. ഇസ്തൗല പറഞ്ഞാൽ എന്താ അർത്ഥം? അധികാരപ്പെടുത്തി. അള്ളാഹു അർശിനെ അധികാരപ്പെടുത്തി. അല്ലെങ്കിൽ ഇസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു കയറി ഇരിക്കാന്ന് അർത്ഥം വരും. അപ്പൊ ശരിയാവൂല. അതുകൊണ്ട് ഈ വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്നുള്ളതിനെ ഒരു വാക്ക് കൂട്ടി ചേർത്ത് ഇസ്തൗല എന്നാക്കി അർത്ഥം മാറ്റി. ഇത് തഹ്രീഫിന്റെ ഒരു ഭാഗം. രണ്ടാമത്തേത് തഹ്രീഫിന്റെ ഹർക്കത്തുകളെ മാത്രം മാറ്റിയിട്ട് അർത്ഥം മാറ്റും. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു. അതെങ്ങനെ പറയും? കല്ലമ അല്ലാഹ മൂസ തക്ലീമ. മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞ എന്തായി? അള്ളാഹുവിന്റെ കലാമ് എന്നുള്ള വിശേഷണം അതിനുള്ള തെളിവ് ഇല്ലാതെയായി. അങ്ങനെ മാറ്റുന്നത്. എങ്ങനെയാണെങ്കിലും ഒരു രീതിയിലും അള്ളാഹുവിന്റെ നാമമോ വിശേഷണമോ മാറ്റാൻ പാടില്ല. അതാണ് തഹ്രീഫ് എന്ന് പറയുന്നത്. തഅദീൽ എന്ന് പറഞ്ഞാൽ അതിനെ കളവാക്കുക, അതിനെ നിഷേധിക്കുക. തക്യീഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിക്കുക. അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത്? അള്ളാഹുവിന്റെ കൈ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കണ്ണെങ്ങനെയാണ്? അള്ളാഹുവിന്റെ വജ്ഹ് എങ്ങനെയാണ്? ഇങ്ങനെ എങ്ങനെയെന്നുള്ള ചോദ്യം. അതിൽ അഞ്ചാമത്തേത് നാലാമത്തേത് വലാ തംസീൽ. ഉപമ പറയരുത്. എങ്ങനെ? അള്ളാഹുവിന്റെ കേൾവി നമ്മുടെ കേൾവി പോലെയാണ്, അള്ളാഹുവിന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൈ നമ്മുടെ കൈ പോലെയാണ്, അല്ലെങ്കിൽ വേറൊന്നിന്റെ കൈ പോലെയാണ്. അങ്ങനെ പറയില്ല. വാക്കുകൾ പറഞ്ഞു അള്ളാഹുവിനെ പറ്റി ഇന്നാലിന്റെ പോലെയാണെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ മുമസ്സിൽ എന്ന് പറയും. അവൻ ഇബാദത്ത് ചെയ്യുന്നത് വിഗ്രഹത്തെയാണ്. കാരണം അള്ളാഹു കൊണ്ടുവന്നുണ്ട് പറയാൻ അവൻ എന്താക്കാണ്? ഒരു വിഗ്രഹത്തിന്റെ രൂപം ഉണ്ടാക്കുകയാണ്. അവൻ അൽ മുമസ്സിലു യഅ്ബുദു സനമൻ എന്ന് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ ഇവരെ പറ്റി, അള്ളാഹു രൂപം പറയുന്നവരെ പറ്റി പറയാറുണ്ട്. ഇതിനെയെല്ലാം അടിസ്ഥാനപരമായിട്ട് തകർക്കുന്ന ആയത്താണ് നമ്മൾ ആദ്യം പറഞ്ഞ സൂറത്ത് ശൂറയിലെ 11ാമത്തെ ആയത്ത്. അതിലെന്താണ് പറയുന്നത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല.
വഹുവ സമീഉൽ ബസീർ, അവൻ കാണുന്നവനും കേൾക്കുന്നവനാണ്. മനുഷ്യരെന്താണ്? കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. പക്ഷെ മനുഷ്യരെ പോലെയാണോ അള്ളാഹ് കാണുന്നത്? അല്ല. മനുഷ്യരെ പോലെയാണോ അള്ളാഹ് കേൾക്കുന്നത്? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾവി കാഴ്ചയും അള്ളാഹുവിന് യോജിച്ച രീതിയിലാണ്. പക്ഷെ അത് കേൾവി തന്നെയാണ്, അത് കാഴ്ച തന്നെയുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇത് പറയുമ്പോൾ കൈകൊണ്ട് കേൾവി കാഴ്ച എന്ന് നിലയ്ക്ക് തന്നെ കാണിച്ചു. കാരണം അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ശൈഖ് ഇതിൽ രണ്ട് സൂറത്ത്, ഖുർആനിൽ രണ്ട് ഭാഗങ്ങൾ കൊടുത്തു. ഇത് ഈ അസ്മാഉ സിഫാത്തിൽ വിശ്വസിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ ഭാഗം എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന ആരാണ് അല്ലാഹ് എന്ന് ചോദിച്ചാലുള്ള മറുപടിയാണ് എന്ത്? സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിയ സൂറത്താണ് എന്ത്? സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, എല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവനൊരു മകൻ ജനിക്കാനും പോകുന്നില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല. രണ്ടാമത് ശൈഖ് കൊടുത്തു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ഈ രണ്ട് ആയത്തുകൾ അസ്മാഉ സിഫാത്തിനെ പറ്റി കൊടുക്കാനുള്ള കാരണം, ഒന്നാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് അറിയിക്കുന്നത് അത്തൻസീഹു ബിലാ തഅ്തീൽ, നിഷേധിക്കാതെ എല്ലാ കാര്യവും അള്ളാഹുവിനെ സ്ഥാപിച്ചുകൊണ്ട്, അഥവാ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പോലെ അള്ളാഹുവിനെ സ്ഥാപിച്ച് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. അതിനാണ് സൂറത്തുൽ ഇഖ്ലാസ് കൊടുത്തത്. രണ്ടാമത് കൊടുത്തത് വൽ ഇസ്ബാതു ബിലാ തംസീൽ, ഉപമ പറയാതെ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തണം. ഒന്ന്, നിഷേധിക്കാതെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തി അള്ളാഹുവിന്റെ വിശേഷങ്ങളെ പഠിക്കണം. രണ്ട്, ഉപമ പറയാതെ അള്ളാഹുവിനെ അതെല്ലാം സ്ഥിരപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ രണ്ട് സൂറത്തുകൾ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി.